ഹലോ വ്യൂവേഴ്സ്. അപ്പൊ ക്രിസ്മസ് ഒക്കെ ആവറായി നമ്മൾ 12 കിലോ മുന്തിരിങ്ങാണ് എടുത്തിരിക്കുന്നത് വൈൻ ഇടാൻ വേണ്ടി. രണ്ടേ 48 ഹലോ വ്യൂവേഴ്സ്. അപ്പൊ ക്രിസ്മസ് ഒക്കെ ആവറായി നമ്മൾ 12 കിലോ മുന്തിരിങ്ങാണ് എടുത്തിരിക്കുന്നത് വൈൻ ഇടാൻ വേണ്ടി. അതുപോലെ 1 കിലോയ്ക്ക് 3/4 കിലോ പഞ്ചസാര വെച്ചിട്ടാണ്. അങ്ങനെ നമ്മൾ 9 കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അങ്ങാടിക്കടയിൽ നമ്മൾ സ്പൈസസ് മേടിച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ വൈൻ ഇടാനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെടുത്ത് തരും. നമ്മളിന്ന് ഈ ഭരണിക്കകത്താണ് ഇത് സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് അതിന് മുമ്പ് ഇതെല്ലാം വാഷ് ചെയ്യണം. അതിന് നമുക്ക് ഉപ്പ് അതുപോലെ തന്നെ മഞ്ഞൾ അതെല്ലാം ഇട്ട് നമുക്കത് സോക്ക് ചെയ്ത് നമുക്കൊരു അരമണിക്കൂർ നമ്മളങ്ങനെ വെക്കേണ്ടതായിട്ടുണ്ട്. ഇതൊന്ന് കാണിച്ചു കൊടുത്താൽ നമ്മൾ ഇതിനകത്ത് ഇപ്പം ആവശ്യം നല്ല സ്പേസ് ഉണ്ട്. നമ്മൾ ഈ ഭരണിയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഇതുപോലത്തെ വുഡൻ്റെ തവിയാണ് നമ്മൾ ഇതിനകത്ത്. നമുക്കിത് എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മളിന്ന് 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുള്ളൂ. ഇതുപോലെ സ്പൈസസും അതുപോലെ തന്നെ പഞ്ചസാരയും. പക്ഷേ പലയിടത്തും പല രീതിയിലാണ്. ചിലർ അതുപോലെ തന്നെ സൂചി ഗോതമ്പ് യൂസ് ചെയ്യാറുണ്ട്. അത് കിഴിയിലാക്കി അതും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്തിടുന്നുണ്ട്. നമ്മളെന്തായാലും ഈ 2 ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രമാണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന 12 കിലോ ആണ്. പക്ഷേ ഇതിനകത്തും നമ്മളിത് വാഷ് ചെയ്ത് ഇതിനകത്ത് അളിഞ്ഞതും കാര്യങ്ങളെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം ഇപ്പോൾ എന്തായാലും 1 കിലോ എന്തായാലും കുറയാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്കിതെല്ലാം ഒന്ന് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും വെക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് ഗ്രേപ്സ് എല്ലാം സ്റ്റെമ്മിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് വേണം നമുക്കിത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് എടുക്കാനായിട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ പ്രൊസീജിയർ തീർന്നിരിക്കുകയാണ്. നമ്മൾ സ്റ്റെമ്മിൽ നിന്നെല്ലാം ഗ്രേപ്സും റിമൂവ് ചെയ്തതിന് ശേഷം അത് വേറെ പാത്രത്തിലോട്ട് മാറ്റിയിരിക്കുകയാണ്. ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ഇപ്പം വരുന്ന ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എല്ലാത്തിൻ്റെയും അതിനകത്ത് ഫുള്ള് വിഷം അടിച്ചിട്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്കത് മാറ്റാൻ വേണ്ടി 2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 2 സ്പൂൺ ഉപ്പ് ഇട്ട് നമ്മളതിനകത്ത് ഒരു അരമണിക്കൂർ നമുക്ക് സോക്ക് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അങ്ങനെ അരമണിക്കൂറിന് ശേഷം നമ്മൾ മുതലെല്ലാം സ്ട്രെയിൻ ചെയ്ത് വേറെ പാത്രത്തിലോട്ട് മാറ്റേണ്ടതാണ്. ആ സമയത്ത് തന്നെ നമുക്ക് എന്തെങ്കിലും ഗ്രേപ്സ് അളിഞ്ഞതായിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും സെക്രീറ്റ് ചെയ്ത് മാറ്റേണ്ടതാണ്. അങ്ങനെ നമ്മൾ അടുത്ത പ്രോസസ്സിലോട്ട് പോവുകയാണ്. നമുക്ക് ആ മുന്തിരി എല്ലാം കൂടി ഒരു ഡ്രൈ ക്ലോത്തിലോട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്യേണ്ടതാണ്. അത് ജസ്റ്റ് ഒന്ന് ഉണങ്ങി ഒന്ന് ഡ്രൈ ആയിട്ട് വന്നാൽ മാത്രമേ നമുക്കത് വൈൻ ഇടാൻ വേണ്ടി ഇടാൻ പറ്റൂ. വൈൻ ഇടുന്നതിൽ ഏറ്റവും വലിയ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യം വരുന്നത് ഡ്രൈ ആയി കിട്ടുക എന്നുള്ളത്. ലാസ്റ്റ് അത് നടക്കത്തില്ല എന്നുള്ളൊരു കാര്യം ഞങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ ഓരോന്നായിട്ട് തന്നെ എടുത്തിട്ട് അത് ഞങ്ങളൊരു ക്ലോത്ത് വെച്ചിട്ട് തന്നെ ഞങ്ങൾ വൈപ്പ് ചെയ്തെടുക്കുകയായിരുന്നു. വ്യൂവേഴ്സ്, നമ്മൾ മഞ്ഞൾ വെള്ളത്തിലും ഉപ്പിലും എല്ലാം കൂടെ വാഷ് ചെയ്ത് അത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലപോലെ ഡ്രൈ ആയിരിക്കണം. നനഞ്ഞിരിക്കുന്നത് നമുക്ക് വെച്ചിട്ട് വൈനാക്കാൻ പറ്റത്തില്ല. ഇനി ഇപ്പോൾ സമയം 2:48 സമയത്താണ് നമ്മൾ ഇനി ഇത് ബാക്കി ഇതെല്ലാം ചെയ്യാൻ പോകുന്നത്. ചെയ്യേണ്ട വേറെ ഒന്നുമല്ല, നമ്മൾ ആദ്യം ഗ്രേപ്സ് ഇടണം, പിന്നെ അത് കഴിഞ്ഞ് ലെയറായിട്ട് പഞ്ചസാര ഇടണം, പിന്നെ ഇത് സ്പൈസസ് ഉണ്ട്, അത് നമുക്ക് പിന്നെ ലാസ്റ്റ് ഇട്ടാൽ മതി. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ വെള്ളവും ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മളപ്പം ഗ്രേപ്സ് ഫസ്റ്റ് ലെയറായിട്ട് ഇടാൻ പോവാണ്. ഒരു ലെയർ ഒരു അത്യാവശ്യം ഇട്ടതിന് ശേഷം നമ്മൾ ഈ തടി കൊണ്ട് നമ്മളൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കണം.
ഇത്രയും കൂടെ ഗ്രേപ്സ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്മാഷ് ചെയ്ത് കൊടുക്കാൻ പോകുന്നുണ്ട്. ഒന്നുകൊണ്ട് കാണിച്ചടാ. പിന്നെ സ്മാഷ് ചെയ്യാൻ പോകും. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ഈസ്റ്റ് എന്ന് പറയുന്നത്. ഈസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഫെർമെൻറ്റേഷൻ പ്രോസസ്സിന് വേണ്ടിയാണ്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഡ്രൈ ഈസ്റ്റ് നല്ല തരികളായിട്ടിരിക്കുന്ന ഈസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ അത് നമുക്ക് ഡയറക്റ്റ് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അത് നമുക്കൊരു ഇളം ചൂടുവെള്ളത്തിൽ അത് സോക്ക് ചെയ്ത് വെച്ച് കുറച്ച് ഷുഗർ ഇട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം മാത്രമേ അത് ആക്റ്റീവ് ആകത്തുള്ളൂ. പിന്നെ അതിന് ശേഷം മാത്രമേ നമുക്കിത് വൈനകത്തോട്ട് ആഡ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നമുക്കിത് വൈനിട്ടെടുക്കുന്ന സമയത്ത് കുറച്ചുകൂടെ നല്ല കളർ വേണമെങ്കിൽ പഞ്ചസാര കരിച്ചെടുത്ത് നമ്മൾ ചിലരൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ അങ്ങനെ എടുക്കുന്നില്ല. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ വീണ്ടും അതേ സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുക. ആദ്യം ഗ്രേപ്സ് ഇടുക, അതുപോലെ തന്നെ പഞ്ചസാര ഇടുക, അതുപോലെ നല്ലപോലെ സ്മാഷ് ചെയ്ത് കൊടുക്കുക. ഒരു ലെയർ ഇടാൻ വേണ്ടി നമ്മൾ പിന്നെ ചോർപ്പ് എടുത്തിട്ട് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുക. സോ നമ്മൾ കുറച്ച് വെള്ളം അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ അതിനകത്ത് ഒഴിക്കാനായിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു മഞ്ഞളും ഉപ്പും ഇട്ട് വാഷ് ചെയ്ത് പറഞ്ഞായിരുന്നു. അത് നമ്മൾ തണുത്ത വെള്ളം ഒരിക്കലും ഉപയോഗിക്കരുത്. കാരണം അതിൻ്റെ പ്രോസസ്സ് നടക്കത്തില്ല. അപ്പം നമ്മൾ നല്ലപോലെ വെട്ടി തിളച്ച വെള്ളം തണുപ്പിച്ചെടുത്താൽ മാത്രമേ ഇതിനകത്ത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. സോ അങ്ങനെ ലാസ്റ്റ് ലെയർ ഗ്രേപ്സും കൂടെ നമ്മൾ ഇടുകയാണ്. സോ വ്യൂവേഴ്സ്, നമ്മൾ അങ്ങനെ ഫൈനൽ സ്റ്റേജിലെത്തി. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് സ്പൈസസ് കൂടെ ആഡ് ചെയ്താൽ മതി. ഇത് ഓപ്ഷനിലാണ്, ഇതൊരു ഫ്ലേവറിങ്ങിന് വേണ്ടി മാത്രമാണ്. നമുക്കൊന്ന് ആഡ് ചെയ്യാം. ഇപ്പം സമയം 4:18 രാത്രിയിൽ. ഇപ്പോഴാണ് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ്. അപ്പം നമുക്ക് സ്പൈസസ് കൂടെ ഒന്ന് ആഡ് ചെയ്യാം. സോ നമ്മളിത് അടയ്ക്കാൻ പോവുകയാണ്. നമ്മുടെ ലിഡിൽ തന്നെ നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റും. അല്ലാണ്ടുള്ളതാണെങ്കിൽ നമ്മൾ വല്ല പ്ലാസ്റ്റിക് കവർ അങ്ങനെ എന്തെങ്കിലും വെച്ച് ടൈറ്റ് ചെയ്താൽ മതി. ഇപ്പം നല്ലപോലെ തന്നെ ഇതിൽ തന്നെ ഇതായതുകൊണ്ട് നമുക്കിത് ടൈറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മളിത് കെട്ടാൻ പോവാണ്. ഇനി ഇത് കെട്ടി വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒഴിഞ്ഞ ഏതെങ്കിലും മുറിയിൽ നല്ല ഇരുണ്ട എവിടെയെങ്കിലുമാണ് വെക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഓൾട്ടർനേറ്റീവ് ദിവസങ്ങളിൽ നമ്മളിത് തുറന്നിട്ട് അതുപോലെ തന്നെ എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ല ടൈറ്റാണ്. സോ ഇന്നിപ്പം ഡേറ്റ് നവംബർ 11 നമ്മൾ ഡിസംബർ 11 ഒരു മാസം കറക്റ്റ് നമ്മളിങ്ങനെ ഇട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഒരു ദിവസം ഇടവിട്ട് നമ്മളിത് ജസ്റ്റ് തുറക്കുക. അതുപോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മളിത് എടുത്തിട്ട് ഇത് നമ്മൾ അരിച്ചെടുക്കും. അരിച്ച് നമ്മൾ കുപ്പിയിലോട്ട് മാറ്റിയിട്ട് പിന്നെ അത് നമ്മൾ കറക്റ്റ് ക്രിസ്മസിൻ്റെ അന്ന് 24-ാം തീയതി 25-ാം തീയതി ആ ഒരു സമയത്തായിരിക്കും നമ്മളെടുക്കുന്നത്. അതും നമ്മൾ ഇതിലൊരു ഇരുണ്ട മുറി അങ്ങനെ എവിടെയെങ്കിലും ആയിരിക്കണം വെക്കേണ്ടത്. പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ നമ്മളിത് ഒരു തവി കൊണ്ട് ഇളക്കണമെന്ന് പറഞ്ഞ് അത് ഞാൻ ആ ഉടൻ തവി തന്നെയാണ് എടുക്കുന്നത്. പക്ഷെ അത് എടുക്കുന്ന പോലെ തന്നെ നമ്മൾ അതുപോലെ തന്നെ കഴുകി ഡ്രൈ ആയിട്ട് തന്നെ എടുത്ത് വെക്കണം. അടുത്ത ദിവസം നല്ല ഡ്രൈ ആയിട്ടുള്ളത് വെച്ചിട്ട് മാത്രമേ നമ്മളിത് മിക്സ് ചെയ്യാൻ പാടുള്ളൂ.
സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് ക്രിസ്മസിന് എടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഓരോ ദിവസം ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ നമ്മളിത് മിക്സ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഫിൽറ്റർ ചെയ്തെടുക്കുന്നതും അതുപോലെ കുപ്പിയിലോട്ട് മാറ്റുന്നതായിട്ടുള്ള വേറെ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ കറക്റ്റ് നമുക്കിപ്പോൾ പറ്റിയ സമയമാണ് നവംബർ ഈ സമയത്ത് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു മാസം നമുക്ക് വൈൻ ഇട്ട് വെക്കാം. നല്ല അത്യാവശ്യം നല്ല വീര്യത്തിൽ നമുക്കിത് കിട്ടുന്നതാണ്. പിന്നെ പുറത്തൊന്നും സെയിൽ ചെയ്യാൻ നിൽക്കണ്ട, അത് കേസും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആവും. ഇത് നമ്മളിപ്പോൾ വീട്ടിൽ നമ്മുടെ യൂസിന് വേണ്ടി മാത്രം നമ്മൾ ഇട്ടുന്നതാണ്. അപ്പോൾ ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.